നിക്കാഹിനെ കുറിച്ചിട്ട് ഒരു 5 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചിരുന്നു. നിക്കാഹിൻ്റെ 2 വീഡിയോസാണ് ഇപ്പോൾ വരുന്നത്, 2 പാരഗ്രാഫ്. ഒന്ന് തക്കാലീദ് നിക്കാഹുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധിച്ചിട്ടുള്ള ആചാരങ്ങൾ ദുരാചാരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ചെറിയൊരു പാരഗ്രാഫ്, നിക്കാഹിനെ കുറിച്ചുള്ളൊരു വീഡിയോ. ഇത് രണ്ടും ചേർന്നാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു എസ്സേ ക്വസ്റ്റ്യന് വരികയാണെങ്കിൽ അത് എഴുതാൻ വേണ്ടി കഴിയും. 2 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിലൂടെ തന്നെ ഞങ്ങൾക്ക് എസ്സേ ക്വസ്റ്റ്യൻ കൂടി ആൻസർ ചെയ്യാൻ വേണ്ടി കഴിയും. സോ രണ്ട് പാർട്ടും ഞങ്ങൾ കാണാം. ഒരൊറ്റ വീഡിയോ തന്നെ 2 ഡോക്യുമെൻ്റ് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഡോക്യുമെൻ്റ് നിക്കാഹിനെ കുറിച്ചിട്ടാണ്, അതിൽ തന്നെ 2 വരുന്നുണ്ട്. പിന്നെ തക്കാലീദ് നിക്കാഹ് അതും നമുക്ക് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് വരുന്നുണ്ട്. സോ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് വരികയാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയും കൂടുതലായിട്ടും തക്കാലീദ് നിക്കാഹിലാണ് വരാൻ ചാൻസ് ഉള്ളത്. അത് ഈ വീഡിയോയുടെ 2ാം ഭാഗത്തിലാണ് പറയുന്നത്. ഈ ഒരൊറ്റ വീഡിയോ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ കുറച്ച് അങ്ങോട്ടെത്തിയിട്ട് 2ാം ഭാഗത്തിൽ പറയും. നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നിക്കാഹ് അംറും മുഹിമും ഫി ഹയാത്തിൽ ഇൻസാൻ, മനുഷ്യന്മാരുടെ ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിക്കാഹ് എന്ന് പറയുന്നത്. വഹു ഐലൻ സുന്നത്തൻ കൗനിയ, അതെന്ന് പറയുന്നത് ജീവിതചര്യയുടെ ഭാഗമായിട്ട് വരുന്ന അല്ലെങ്കിൽ സുന്നത്തായിട്ട് വരുന്ന ഒരു കാര്യം കൂടിയാണ്. ഫി വറാഇഹി അഹദാഫും ഫിൽ ഹയാത്തിൽ ഇൻസാനിയ, അതിന് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ നിറവേറ്റാനുണ്ട്. വലിദ ഹത്ത അലിഹിദ്ദീൻ, അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മതം അതിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് കൽപ്പിക്കുന്നത്. വയക്കൂനു ബിഹി ബൈനന്നാസിയും മവദ്ദത്തും വറഹ്മ, ഇത് കാരണമായിട്ട് ജനങ്ങൾക്കിടയിൽ സ്നേഹവും റഹ്മത്തും അള്ളാഹു നൽകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആക്കും. ലിസ, അതുകൊണ്ട് തന്നെ അലൽ മറഇ ഇഖ്തിയാറു ഫതാത സ്വാലിഹ, ഒരു മനുഷ്യൻ, ഒരു ആണ്, ഒരു പുരുഷൻ ഒരു സ്വാലിഹത്തായിട്ടുള്ള ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യണം എന്നാണ്. ഫയക്കൂനു അൽ ഹയാത്ത സായിദ്, അങ്ങനെയാണെങ്കിൽ അവൻ്റെ ജീവിതം സന്തോഷമുള്ളതാകും. വലിദാഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നെക്സ്റ്റ് അതേത് തന്നെ ഞാൻ കുറച്ചുകൂടി ലളിതമായിട്ട് എഴുതിയത് നമുക്ക് നോക്കാം. അസിവാജ് അംറും മുഹിമും ഫി ഹയാത്തിൽ ഇൻസാൻ, മനുഷ്യന്മാരുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത്. അസിവാജ്, വിവാഹം, യജ്മഉ ബൈന റജുലി വൽ മർഅ, ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും ഒന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വഹുമ അൽ അൻഫറാനിൽ അസാസിയാനിൽ ഉസ്ര, അത് അവരാണ് അൽ അൻസുറാനി അൽ അസാസിയാനിൽ ഉസ്ര, ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് എലമെൻറ്റ്സ് എന്ന് പറയുക. അൽ അൻസുറാനിൽ അസാസിയാൻ എലമെൻറ്റ്സാണ്, അൻസുറാൻ അസാസിയാൻ അടിസ്ഥാനപരമായിട്ടുള്ള ലിലുസ്ര, ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഫഹുമ അൽ ഉമൂറുൽ അസാസിയാൻ എന്ന് പറഞ്ഞാലും മതി. അസിവാജു, വിവാഹം എന്ന് പറയുന്നത് വാജിബുൻ, അത് നിർബന്ധമാണ്. ലിഹയാത്തിം മഫ്രൂഹ, ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിന് വിവാഹം നിർബന്ധമാണ്. വയുസ്തഹബ്ബു അസിവാജു വയുസ്തജിബു എന്നാണ് കേട്ടോ, നിർബന്ധമാവും. അസിവാജു, വിവാഹം, ലിമൻ ലദീഹി, ആരുടെ പക്കലുണ്ടോ മാലുൻ, ധനം, യുഐഫു ബിഹി നഫ്സഹു വ അഹ്ലു ബൈത്തിഹി, അവൻ്റെ ചെലവിന് അവനിക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെ അവൻ്റെ ഒരു കുടുംബത്തിനെയും അവനിക്ക് നോക്കാൻ പറ്റി കഴിയും. അങ്ങനെയുള്ളൊരു ധനം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അവന് വിവാഹം നിർബന്ധമായി. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ മാശറ ശബാബ്, യുവാക്കളുടെ കൂട്ടമേ, മനിസ്തതാ മിൻകും അൽ ബാഅ ഫൽയതസവ്വജ്, നിങ്ങളിൽ ആർക്ക് ഒരു വിവാഹത്തെ അഫോർഡ് ചെയ്യാൻ വേണ്ടി കഴിയുമോ, ആർക്ക് ഒരു വിവാഹം കൊണ്ട് അഫോർഡ് ചെയ്യുക എന്ന് പറയുന്നത് ചിലവിന് കൊടുക്കാൻ വേണ്ടി കഴിയുമോ, അവൻ വിവാഹം കഴിക്കട്ടെ. അത് ഒരു സംഭവം ഉണ്ടായി. കുറേ യുവാക്കൾ ചേർന്നിട്ട് വർത്തമാനം പറയുന്ന ഇടയിലേക്ക് പോയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടു. അപ്പോഴാണ് ഇത് പറയുന്നത്, നിങ്ങളിതൊന്നും പറയണ്ട, നിങ്ങൾ എന്ത് ചെയ്യണം, വിവാഹം കഴിക്കണം. ശബാബുകൾ പെട്ടെന്ന് വിവാഹം ചെയ്ത് നല്ലതിലേക്ക് പോവുക, തിന്മയിലേക്ക് പോകാതെ, അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ഈ ഒരു ഹദീസ് പറയുന്നത്. അൽ ഇഖ്തിയാർ, സെലക്ഷൻ, കബല സിവാജി, അത് വിവാഹത്തിന് മുമ്പുള്ള സെലക്ഷൻ എന്ന് പറയുന്നത്. അംറു മുഹിമുൻ ലിബിന അൽ ഉസ്ര, ഒരു കുടുംബം ഉണ്ടാക്കുന്നതിൽ അത് വളരെ വലിയ പങ്കുള്ള ഒരു കാര്യമാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുങ്കിയൽ മർഅത ലി അർബ്, നിങ്ങൾ 4 കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം കഴിക്കുക. ലിമാലിഹ വലി ജമാലിഹ വലി നസബിഹ വലി ദീനിഹ. ഓക്കെ നേരത്തെ ആൻസറിലൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. നസബാണ് തറവാട്, ഹസബ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടാണ്, അതാണ് ഞാൻ കുറച്ച് സ്റ്റെക്ക് ആയതോടെ. തുങ്കിൽ മർഅത ലി അർബദ് ഹിസാല്, ഇത് വേറൊരു ഹദീസിൽ ഹിസാല് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലിമാലിഹ വലി ജമാലിഹ വലി നസബിഹ വലി ദീനിഹ ഫത്ഫർ ബിദാത്തിദ്ദീൻ തരിബത്യതാക്ക്. അത് തന്നെ, നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ടും മൊഞ്ചിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ
നസബ് തറവാടിന് വേണ്ടിയിട്ടും ദീനിന് വേണ്ടിയിട്ടും വിവാഹം ചെയ്തോ. ഫതഫർ വിതാദ ദീൻ, നിങ്ങൾ ദീന് സെലക്ട് ചെയ്തോ തെരുപത്തിയതാക്കുക, നിങ്ങൾ വിജയമായിത്തീരും. യജിബോലൈന, നമ്മുടെ മേൽ നിർബന്ധമാണ് അന്നജിത ഫതാത മുനാസിബത്തൻ, ഒരു യോജിച്ചിട്ടുള്ള ഒരു മണവാട്ടിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ലന, നമുക്ക് ലിഹയാത്തിനൽ മസുറ, ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട്. അദീനുൽ ഇസ്ലാമു, ഇസ്ലാം ദീൻ, ഇസ്ലാം മതം. അഹ്മിയത്തുൽ ദിഫാഫ്, അമറാന്ന് കൂടി ചേർത്ത് കൊടുക്കുക. അദ്ദീനുൽ ഇസ്ലാമു അമറ അഹ്മിയത്തുൽ ദിഫാഫ്, വിവാഹത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്ന് കൂടി കൊടുക്കുക. അലമൽ ഇസ്ലാമു, ഇസ്ലാം പഠിപ്പിച്ചു ഹുക്കൂഖ ബൈനൽ അസ്വാജ്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള കടമകൾ ഇസ്ലാം പഠിപ്പിച്ചു. അമറൽ ഇസ്ലാമു, കൽപ്പിച്ചു, ഇസ്ലാം കൽപ്പിച്ചു. അസൗജു യൻഫഖല സൗജതിഹി, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ ഭർത്താവിൻ്റെ മേൽ കൽപ്പിച്ചിട്ടുണ്ട്. മസ്കനഹ വലിബാസ, അവർക്ക് പാർപ്പിടം നൽകാനും വസ്ത്രം നൽകാനും പറഞ്ഞിട്ടുണ്ട്. യജ്ബോല സൗജത്തി തഅീശമ സൗജിഹ, അതേപോലെ ഭാര്യയുടെ മേൽ നിർബന്ധമാണ് അവൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കൽ. എങ്ങനെ ജീവിക്കൽ? സംഭവം അന്തസ്കുന മഅഹു ബിസക്കീന, ഓക്കെ, സമാധാനത്തോടുകൂടെ ജീവിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അവിടെ അത് ചേർത്ത് കൊടുക്കുക. അല്ലമലനൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു. അന്ന സൗജൈനി, നിശ്ചയം ഭാര്യ ഭർത്താക്കന്മാർ. മുസ്ലിമാനി, അവർ മുസ്ലിങ്ങളായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർ. ലിബാസ് ലിബാലഹുമ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പുതപ്പാണ്. എന്നുവെച്ചാൽ അവരുടെ ന്യൂനതകൾ മറച്ചു വെക്കും, അവരെ സംരക്ഷിക്കും എന്നുള്ളത് തന്നെയാണ്. അദ്വിവാജു, വിവാഹം എന്ന് പറയുന്നത് ആയത്തുമി ആയാത്തില്ലാഹി ഫിൽ കൗൻ, ഈ ഒരു കൗൻ, ഈ ഒരു യൂണിവേഴ്സ്, ഈ ഒരു ഗോളത്തിലുള്ള അല്ലെങ്കിൽ ഭൂമിയിലുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ഒരു ദൃഷ്ടാന്തമാണ് വിവാഹം എന്ന് പറയുന്നത്. അള്ളാഹു താല പറഞ്ഞിരിക്കുന്നു, ഓമിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ആയത്തുകളിലൂടെ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അള്ളാഹു താല ഫി മുസഫൽ കരീം, അൽ ഖുർആൻ അൽ കരീം എന്ന് പറയാം. ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ. ഹീ ക്രിയേറ്റഡ് യു മേസ് ഫ്രം എമംഗ് യുവർസെൽഫ്, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള പങ്കാളിയെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. ഇടത്തെ വാരിയലിൽ നിന്നാണ് ഭാര്യയെ സൃഷ്ടിച്ചത് എന്നാണല്ലോ. ലി തസ്കുനു ഇലൈഹ വജാല ബൈനക്കും മവദ്ദത്തും വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹവും അതേപോലെ തന്നെ കരുണയും, അള്ളാഹുവിൻ്റെ കാരുണ്യവും ഉണ്ടാവും വിവാഹം കഴിച്ചാൽ. ഓക്കെ, ഇന്നഫീ ദാലിക ആയത്തിൽ ഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്നവർക്ക് ഈ ഒരു കാര്യത്തിൽ എന്തുണ്ട്, ദൃഷ്ടാന്തമുണ്ട് എന്നുകൂടി ഖുർആൻ പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ ഖുർആൻ ആയത്തുകളില്ലെങ്കിലും കൂടെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് വിവാഹത്തിനെ കുറിച്ചിട്ട് അറിയാവുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് തഖാലീദു സിവാഫ്, വിവാഹത്തിൻ്റെ അനുബന്ധിച്ചിട്ടുള്ള അതിൻ്റെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആചാരങ്ങൾ, ദുരാചാരങ്ങൾ, വേസ്റ്റേജ്, ഇവയെക്കുറിച്ചിട്ടുള്ള ഒരു നോട്ട് കൂടി നോക്കാം. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. കാരണം നിങ്ങൾ പലരും ആ വീഡിയോ കാണാതെ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സോ നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.